ഇതാണ് നമ്മുടെ ചെറിയ അടുക്കളത്തോട്ടം കേട്ടോ. ഇത് നമുക്ക് കുറച്ച് കോവയ്ക്കയും പിന്നെ നിത്യവഴുതിയും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കോവയ്ക്കൊക്കെ പറിച്ചെടുക്കാം. കുറച്ച് നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. മേളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇത് ഉരുണ്ട സൈസ് കോവയ്ക്ക, പക്ഷെ നല്ല വലിപ്പമുണ്ട്, അത്യാവശ്യം വലിപ്പമുള്ളൊക്കെ കേട്ടോ. ഇതിലേക്കുണ്ട് എങ്ങനെ പറിച്ചെടുക്കുന്നില്ല കേട്ടോ. മേളിലേക്കെല്ലാം പോയിക്കണം. നെറ്റിൻ്റെ മേളിൽ കൂടെ ഉള്ളത് ഇതെങ്ങനെ പറിച്ചെടുക്കും കേട്ടോ. ഇതിലൂടെ എടുത്ത് ഇതിലൂടെ എടുക്കണേ. ചിലർക്ക് ചീഞ്ഞ് മഴ പെയ്ത് ചീഞ്ഞും തുടങ്ങി കേട്ടോ. ഇതിൻ്റെ താഴെ തന്നെ ആമ്പൽക്കുളമുണ്ട്. ഗപ്പിക്കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതെവിടെയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഗപ്പിക്കുഞ്ഞുങ്ങൾ. ഞവണിയുണ്ട്, ഇത് അടിയിലേക്കൊക്കെ വലിയ ഞവണിയുണ്ട്. കിടക്കും. ഗൈസ് ഇതെന്താണെന്നറിയാം, ഇതാണ് നിത്യവഴുതിനി. ഇതാണ് നിത്യവഴുതിനി. ഇത് അത്യാവശ്യം വലിപ്പമുള്ള കേട്ടോ. ഇത് ഒത്തിരി മൂക്കാത്ത കുറച്ച് മെഴുക്കുവരട്ടി വെക്കുകയാണ് സൂപ്പറാണ്. തേങ്ങയൊക്കെ കുത്തിയിട്ട് വെക്കുകയാണ് അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ഇത് ഇടയ്ക്കൂടെ കിടപ്പുണ്ട്. ഇടയ്ക്കൂടെ ബീൻസും ഉണ്ട്. അമ്മച്ചിയുടെ കൃഷിയാട്ടോ. ഇടയ്ക്കൂടെ ബീൻസും കിടപ്പുണ്ട്. ഇതാണ് ഞവണി. ഇത്രയും നമ്മൾ പറിച്ചു കേട്ടോ. ഇത്രയും കോവയ്ക്കാം. ഇനി കുറച്ചും കൂടി അതിനെ മണ്ടേ കിടപ്പണം. നെറ്റിൻ്റെ ഇടയ്ക്കൂടെ കിടപ്പുണ്ട്. പറിക്കാൻ ഭയങ്കര പാടല്ലേ. ഇടയ്ക്കൂടെ പറിച്ചെടുക്കാൻ പാടാം. കൈ അപ്പുറത്ത് പോയിട്ട് പറിക്കാൻ ഭയങ്കര പാടാ. എന്നാലും ഇത് അത്യാവശ്യം കറിവെക്കാനുണ്ടല്ലേ. ഒരു കറിക്കുള്ളമുണ്ട്. ഓർഗാനിക് ആണ് ഗൈസ്, ഓർഗാനിക്.